ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ചെയ്തു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ എനർജി, അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ എമൗണ്ട്, ഇങ്ങനെ കപ്പാസിറ്റൻസുമായി റിലേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇന്നത്തെ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 25 microfarad ഈസ് ചാർജ്ഡ് ടു 500 volt. ഡിറ്റർമിൻ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എനർജിയുടെ ഇക്വേഷൻസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കൂ. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗിവൺ വാല്യൂ സി ഈക്വൽ ടു എത്രയാണ്? 25 × 10⁻⁻6 ഫാരഡ് അല്ലേ. മിക്കവാറും കപ്പാസിറ്ററുകളുടെ അല്ലെങ്കിൽ ബോഡിയുടെ ഒക്കെ കപ്പാസിറ്റി മൈക്രോ ഫാരഡ് ലെവലിലായിരിക്കും. നമ്മൾ പലപ്പോഴും കോമ്പിനേഷനൊക്കെ ചെയ്യുമ്പോൾ 10 ഫാരഡ് 5 ഫാരഡ് എന്നൊക്കെ എഴുതാറുണ്ടെങ്കിലും സാധാരണ ഒരു ബോഡിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ മൈക്രോ ഫാരഡ് ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം മറ്റേത് നമ്മൾ വെറുതെ കാൽക്കുലേഷൻസിന് വേണ്ടി എഴുതുന്നത് മാത്രമാണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് 25 മൈക്രോ ഫാരഡ് ആണ്. ദെൻ അത് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് വന്നിട്ടുണ്ട് അല്ലേ. വി ഈക്വൽ ടു എത്രയാണ്? 500 volt. അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഒരു കപ്പാസിറ്റർ എനർജി കാണാൻ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചു. ഏതൊക്കെയാണ്? ½ CV², ½ QV, അതുപോലെ Q²/2C. ഇവിടെ ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കപ്പാസിറ്റി തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് പോവാം. എന്താ ഇക്വേഷൻ? ദ എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ W ആണ് കൊടുത്തിരുന്നത്. എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് ½ എന്ന് കൊടുക്കാം CV² എന്നുള്ള ഡയറക്റ്റ് കാൽക്കുലേഷൻസിലേക്ക് പോകും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ½ സിയുടെ വാല്യൂ 25 × 10⁻⁻6, ദെൻ വിയുടെ വാല്യൂ 500. V² ആണ് 500². ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ 3.125 ജൂൾ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനർജിയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്താ തന്നിട്ടുണ്ട്? ഇവിടെ കപ്പാസിറ്റിയും വോൾട്ടേജും തന്നിട്ട് എനർജി കാണാൻ. അപ്പോൾ അതുപോലെ ഏത് ക്വാണ്ടിറ്റി തന്നാലും നമുക്ക് എനർജി കാണാനുള്ള ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് എന്താണ് ഗിവൺ ഡാറ്റ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2 capacitors of capacitances C1 equal to 3 microfarad and C2 equal to 6 microfarad are arranged in series, are connected in parallel with a third capacitor C3 equal to 4 microfarad. The arrangement is connected to a 6 volt battery. Calculate the total energy stored in the capacitor. Okay, 3 കപ്പാസിറ്റർ അടങ്ങുന്ന ഒരു സർക്യൂട്ടാണ്. അത് 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ 3 കപ്പാസിറ്ററിൽ കൂടി സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നോക്കൂ, അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ. എങ്ങനെയാണ്? ആദ്യത്തെ 2 കപ്പാസിറ്റേഴ്സ് C1ഉം C2ഉം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്? സീരീസാണ്. C1 C2 ഇവ തമ്മിൽ സീരീസാണ് അല്ലേ. അപ്പോൾ ഞാൻ C1 കൊടുത്തു, C1 ഇത് എത്രയാണ്? C2 സീരീസാണ്. അപ്പോൾ ആദ്യത്തെ 2 കപ്പാസിറ്ററുകൾ എങ്ങനെയാണ്? സീരീസ് അല്ലേ. ദെൻ ദിസ് അറേഞ്ച്മെന്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ തേർഡ് കപ്പാസിറ്റർ 4 മൈക്രോഫാരഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് ഒരു 4 മൈക്രോഫാരഡ് കപ്പാസിറ്ററുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത് 3ഉം സീരീസ് ആണ്. പക്ഷേ ഇത് പരസ്പരം പാരലായി വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കണക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ അത് പാരലായിട്ട് എടുക്കുക? നോക്കൂ, ഇതിന് വേറൊരു കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്തായി? പാരലായി അല്ലേ. ഓക്കെ, ഇത് തമ്മിൽ സീരീസ്, ഇത് തമ്മിൽ പാരൽ. അപ്പോൾ അത് C3 ആണ്. ഇത് C3. എങ്ങനെ അത് പാരലായിരുന്നത് നോക്കൂ. ഈ അറേഞ്ച്മെന്റ്, ദ അറേഞ്ച്മെന്റ് ഈസ് കണക്റ്റഡ് ടു 6 വോൾട്ട് ബാറ്ററിയിലെ ഈ അറേഞ്ച്മെന്റ് നമ്മളൊരു 6 വോൾട്ട് ബാറ്ററിയുമായി കണക്ട് ചെയ്തായിട്ട് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ക്ലിയർ ആണ്. 6 വോൾട്ട് ബാറ്ററി, 6 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ള 3 കപ്പാസിറ്ററുകൾ. ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് രണ്ടും സീരീസ്, അത് C3യുമായിട്ട് എന്താണ് പാരലൽ. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ, അല്ലേ? എനർജി എത്ര സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. ടോട്ടൽ എനർജി കാണണമെങ്കിൽ ഓരോന്നിലെയും എനർജി ആഡ് ചെയ്താലും മതി. പക്ഷെ അങ്ങനെ പോകേണ്ടതില്ല. ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ട് ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാലോ, ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ സർക്യൂട്ടിന് കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം, അല്ലേ? ആ ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ കപ്പാസിറ്റൻസും വഴി നമ്മുടെ ഇക്വേഷൻ ആയത് കൊടുത്താൽ മതി. ½ CV² വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ തന്ന സർക്യൂട്ട് ഇങ്ങനെ ആയിരുന്നു, അല്ലേ? C1ന്റെ വാല്യൂ 3 മൈക്രോ ഫാരഡ്, C2ന്റെ വാല്യൂ 6 മൈക്രോ ഫാരഡ് ആൻഡ് C3യുടെ വാല്യൂ എത്രയായിരുന്നു? 4 മൈക്രോ ഫാരഡ്. നമ്മൾ പറഞ്ഞ പോലെ C1ഉം C2ഉം സീരീസ് അല്ലേ? അപ്പോൾ അതിൻ്റെ എന്ത് കാണണം? ഇക്വലൻ്റ് കാണണം. കാരണം ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ഇട്ടുണ്ട്. അപ്പോൾ സീരീസ് ആകുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് 1/C = എന്താണ്? 1/C1 + 1/C2 ഇങ്ങനെ എഴുതാറല്ലേ? അപ്പോൾ ഇത് രണ്ടെണ്ണമാണെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലേ? C1ഉം C2 എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ എന്താവും? C1 + C2, അല്ലേ? C2 + C1 ആണ് ആവുക. ഞാൻ C1 + C2 എന്ന് എഴുതി. ബൈ താഴെ എന്തുണ്ടാവും? C1 C2. അത് 1/Cയുടെ വാല്യൂ അല്ലേ? അപ്പോൾ C = എത്ര ആവും? C1 C2 /C1 + C2. ഇങ്ങനെ ചെയ്താലും മതി. പക്ഷെ രണ്ടെണ്ണം ആവുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ, കാരണം തെറ്റുന്നത് എങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലോ പറഞ്ഞിരുന്നു. നമ്മൾ 1/Cയുടെ ആൻസർ കണ്ട് നേരിട്ട് ചിലപ്പോൾ ആ ആൻസർ Cയുടെ ആൻസറായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് എന്താ പറയുക പഠിക്കാം നമുക്ക്? C1 C2 /C1 + C2. അങ്ങനെ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. C1 C2 /C1 + C2. അപ്പോൾ നമുക്ക് ഇതിൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടുക? C1 C2 എന്ന് പറഞ്ഞാൽ 3 × 6 /3 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു, ആൻസർ വരുന്നത് ഇവിടെ 18 അല്ലേ? 18 വരും. ഇവിടെ എത്ര വരും? 9. ആൻസർ എത്ര വരുന്നത്? 2 മൈക്രോ ഫാരഡ് ആണ് ആൻസർ വരുന്നത്. ഇത് ആദ്യത്തെ മുകളിലുള്ള 2 സീരീസ് തമ്മിലുള്ള ആൻസർ എത്രയാ? 2 മൈക്രോ ഫാരഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ C' എന്ന് കൊടുത്തു. ദെൻ ഇതിൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് C = എത്ര വരും? C = ഈ C' അല്ലേ? ഇതിൻ്റെ റിസൾട്ടും ഇതും കൂടി ആഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ റിസൾട്ട് ഇതിനുമായിട്ട് എന്താണ്? പാരലലാണല്ലേ? പാരലാകുമ്പോൾ എന്ത് ചെയ്യുക? പരസ്പരം ആഡ് ചെയ്യുക. അപ്പോൾ C + C3യുമായി ആഡ് ചെയ്യുക. C3യുടെ വാല്യൂ എത്രയാണ്? അപ്പോൾ 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈക്രോ ഫാരഡ് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 3 കപ്പാസിറ്ററിലും കൂടി എത്ര എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. എനർജി U അല്ലെങ്കിൽ W = എത്രയാണ്? ½ CV² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ½. സിയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, 6 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 6 × 10⁻⁻⁶. വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 6 ആണ്, 6² ദെൻ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 1.08 × 10⁻⁻4 ജൂൾ എന്നാണ്. അപ്പോൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ആൻസർ ആണ് അല്ലേ? നമുക്കിവിടെ 6ന്റെ സ്ക്വയർ ആണ് 36, ദെൻ 6/3 എത്രയാണ്? 3. ദെൻ ആൻസർ 108 കിട്ടും അല്ലേ? 3 × 36 എത്ര കിട്ടും? 108. അപ്പോൾ ഇവിടെ 10⁻⁶ ആയിരുന്നു. 2 സ്ഥാനം ബാക്കിലേക്ക് എഴുതി നമ്മൾ 1.08 എന്ന് എഴുതിയെന്നുള്ളൂ. 1.08 × 10⁻⁴ ജൂൾ. ഓക്കെ. അപ്പോൾ ഇതിൽ എനർജി കാണാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു. എനർജി കാണാനുള്ള ഇക്വേഷൻ വരുന്നുണ്ട്, ദെൻ നമുക്ക് കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ്റെ കേസിൽ എനർജിയും ചാർജും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുകളായിട്ട് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An uncharged capacitor is connected to a battery. Show that half the energy supplied by the battery is lost as heat while charging the capacitor. ഓക്കെ. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഒരു കപ്പാസിറ്റർ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു പ്രൂഫാണ് അല്ലേ? നമ്മളോട് ഒരു പ്രൂഫ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ആ കപ്പാസിറ്റർ ആ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ പകുതി എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട് എന്നല്ലേ? ഒരു ചാർജിങ് നടക്കുമ്പോൾ അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ കപ്പാസിറ്റർ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജുള്ള ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ അത്രയും ഹീറ്റ് ലോസ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പ്രൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു ബാറ്ററി കപ്പാസിറ്ററുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കപ്പാസിറ്റർ അതൊരു സെല്ലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തായിട്ട് എടുക്കുക.
ദെൻ കപ്പാസിറ്റർ കപ്പാസിറ്റി സി, സെല്ലിൻ്റെ വോൾട്ടേജ് വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ബാറ്ററി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ അല്ലേ, ആ കപ്പാസിറ്ററിൻ്റെ നോക്കൂ, കപ്പാസിറ്ററിന് എത്ര വോൾട്ടേജ് കിട്ടും? വി വോൾട്ടേജ് കിട്ടും. കപ്പാസിറ്ററിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും? ക്യൂ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കപ്പാസിറ്റർ വി വോൾട്ടേജ് വെച്ച് അതിൽ ക്യൂ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഈ സെല്ല് ചെയ്ത വർക്ക് ഡണ്ണിനെ നമുക്ക് സെല്ലിൽ നിന്നുണ്ടാവുന്ന എനർജി ആയിട്ട് അല്ലേ, അല്ലെങ്കിൽ സെല്ലിൽ നിന്നും നഷ്ടപ്പെടുന്ന എനർജി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ വർക്ക് ഡണ്ണിനെ എങ്ങനെ കാണാം? വർക്ക് ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു Q into V അല്ലേ. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് എന്താണ്? വർക്ക് ഡൺ ആണ്. നമ്മൾ തിയറി പാർട്ടിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ V വോൾട്ട് ഉള്ള ഒരു കപ്പാസിറ്ററിൽ Q ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ V വോൾട്ട് ഉള്ള ഒരു ബാറ്ററി ഉപയോഗിച്ച് Q ചാർജ് ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വർക്ക് ആ ബാറ്ററി ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണിത് Q into V. ഇനി ഇങ്ങനെ ഈ ബാറ്ററി ഉപയോഗിച്ച് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിൽ കിട്ടിയിട്ടുള്ള എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഹാഫ് സി വി സ്ക്വയർ പഠിച്ചിട്ടുണ്ട്, ഹാഫ് ക്യൂ വി പഠിച്ചിട്ടുണ്ട്, ക്യൂ സ്ക്വയർ ബൈ 2c പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതേ ടേം ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ വാട്ട് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദിസ് കപ്പാസിറ്റർ? ദാറ്റ് ഇസ് യു ഈക്വൽ ടു എത്രയാണ്? ഹാഫ് ക്യൂ വി എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ എനർജി ഇൻ ടേംസ് ഓഫ് ചാർജ് ആൻഡ് വോൾട്ടേജ്. ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള ചാർജും അതിൻ്റെ വോൾട്ടേജും തമ്മിൽ എടുക്കുകയാണെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഹാഫ് ക്യൂ ഇൻറ്റു വി. അപ്പോൾ നോക്കൂ, ആ ബാറ്ററി ആ ചാർജിങ്ങിന് വേണ്ടി കൊടുത്ത വർക്ക് ഡൺ അല്ലെങ്കിൽ അതിനു വേണ്ടി അത് ചെലവഴിച്ച എനർജി എത്രയാ? ക്യൂ വി ആ. പക്ഷേ കപ്പാസിറ്ററിന് കിട്ടിയ എനർജി എത്രയാ? ഹാഫ് ക്യൂ വി ആണ്. സ്വാഭാവികമായിട്ട് നേരിട്ട് കണ്ടാൽ തന്നെ അറിയാം പകുതി മിസ്സായി പോയിന്ന്. ദെൻ എനർജി ലോസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിനെയാണെങ്കിൽ W എന്ന് എഴുതാം. നോക്കൂ, W ഡാഷ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ ബാറ്ററി കൊടുത്ത എനർജി, W ഡാഷ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് കിട്ടിയ എനർജി. ദെൻ ഡെൽറ്റ W. ഡെൽറ്റ W മീൻസ് എനർജി ലോസ്. ഓക്കെ, എനർജി ലോസ് മീൻസ് W മൈനസ് W ഡാഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു QV മൈനസ് ഹാഫ് ക്യൂ വി അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ എത്ര കിട്ടും? ഹാഫ് ക്യൂ വി എന്ന് ആൻസർ കിട്ടും അല്ലേ. ഹാഫ് ക്യൂ വി ചേർന്നാലല്ലേ ക്യൂ വി ആവുക. അപ്പോൾ ക്യൂ വിയിൽ നിന്ന് ഹാഫ് ക്യൂ വി മൈനസ് ചെയ്താൽ ആൻസർ എത്ര ആയിരിക്കും? ഹാഫ് ക്യൂ വി. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി നോക്കൂ? ഹാഫ് ഓഫ് എനർജി എന്തായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ കൊടുത്ത എനർജിയിൽ ക്യൂ വിയിൽ പകുതി മാത്രമേ കപ്പാസിറ്ററിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടുള്ളൂ. ബാക്കി പകുതി എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് എന്തായിട്ടാവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഹീറ്റ് ആയിട്ടാവും നഷ്ടപ്പെടുക. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 3 capacitors C1 equal to 15 microfarad, C2 equal to 25 microfarad and C3 equal to 35 microfarad are connected to a 120 volt supply as shown in the figure. Determine the equivalent capacitance of the system, and the second one, charges and potential difference on C1, C2 and C3. ഇതുപോലുള്ളൊരു ഫിഗർ വെച്ചുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തു അല്ലേ, തൊട്ട് മുമ്പ് ചെയ്തു. അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ C1 C2 സീരീസും മൂന്നാമത്ത് പാരലലും ആയിരുന്നു. ഇവിടെ C1 C2 C3 അടങ്ങുന്ന പാരലൽ സർക്യൂട്ടിന് സീരീസ് ആണ് അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഏകദേശം നമുക്കറിയാം. C1 C2 പാരലാണ്, അതിൻ്റെ റിസൾട്ട് കാണുക. ആ റിസൾട്ട് എന്തുമായിട്ട് സീരീസാണ്? C1 സീരീസാണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം. എളുപ്പത്തിൽ കാണാം, കാരണം നമ്മൾ കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തതാണ്. ഇനി നമുക്കിവിടെ വ്യത്യാസതാണ്. നമ്മൾ നേരത്തെ ഇതേ പ്രോബ്ലം ചെയ്തത് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു അല്ലേ. അത് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? V തന്നിട്ടുണ്ട്, ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിച്ചാൽ ഇവിടെ നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം ഹാഫ് CV സ്ക്വയർ വെച്ച്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ കപ്പാസിറ്ററിൽ കിട്ടുന്ന ചാർജ് എത്രയാണ് അല്ലേ, അതുപോലെ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ആ രണ്ട് കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ തന്ന ഫിഗർ ഇതായിരുന്നു അല്ലേ. C1ൻ്റെയും C2ൻ്റെയും C3ൻ്റെയും വാല്യൂസ് നമുക്ക് തന്നിരുന്നു 15, 25 and 35 മൈക്രോഫാരഡ്സ്. ഫസ്റ്റ് ആൻസർ ടോട്ടൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാനല്ലേ. നമുക്ക് ആദ്യം ചെയ്യാം. എങ്ങനെ ചെയ്യാൻ നോക്കൂ. നമുക്ക് ഇതിൻ്റെ ഇക്വലന്റ് ഞാൻ C' എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ C' എങ്ങനെ കാണാം? C' is equal to C2 plus
C3 ആണ് അല്ലേ. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. എത്രയായിരിക്കും? 25 പ്ലസ് 35 ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ 25 പ്ലസ് 35 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 മൈക്രോ ഫാരഡ് ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഈ പാരലലിൻ്റെ ആൻസർ കിട്ടി. ഇനി ഈ പാരലലിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസും C1 തമ്മിൽ എന്താണ്? സീരീസ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ സീരീസിൽ രണ്ടെണ്ണം വന്നാൽ എളുപ്പത്തിൽ ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? C is equal to C1 C2 by C1 plus C2. C1 C2 ആണ് C1 C2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വലൻ്റ് ആയി നമ്മൾ C ഡാഷ് എന്നല്ല കൊടുത്തത്. ഇപ്പോൾ C1 ഇൻറ്റു C ഡാഷ് ബൈ C1 പ്ലസ് C ഡാഷ് എന്ന് എഴുതാം അല്ലേ. C1 C2 by C1 പ്ലസ് C2 പകരം C ഡാഷ് എന്ന് കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ വരുന്നത് നോക്കൂ. C1ൻ്റെ ആൻസർ എത്രയായിരുന്നു? C1ൻ്റെ ആൻസർ 15 ആണ്. 15 ഇൻറ്റു 60 അല്ലേ 60 ബൈ 15 പ്ലസ് 60 ആൻസർ കിട്ടുക. ഇവിടെ എത്ര കിട്ടും? 15 ഇൻറ്റു 60 കിട്ടുക 900. ഇവിടെ കിട്ടുന്നത് 75. ദെൻ 900 by 75 ഈസ് ഈക്വൽ ടു 12 മൈക്രോ ഫാരഡ് എന്ന ആൻസർ കിട്ടും അല്ലേ. 750 plus 150 ഓക്കെ 900. ദെൻ ആൻസർ എത്ര കിട്ടുക? 12 മൈക്രോ ഫാരഡ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു ഇക്വലന്റ് കപ്പാസിറ്റൻസ് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശരിയായി വരുന്നു. ഇപ്പോൾ ഇത്തരം പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കൂടി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സീരീസും പാരലൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കൂടുതൽ എന്ത് ചെയ്യും? പ്രാക്ടീസ് ആയി കിട്ടും. ഓക്കെ, ദെൻ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന ചാർജും അതുപോലെ ഓരോന്നിനും കിട്ടുന്ന വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇതിനെ നോക്കൂ. ഇതിനെ നമ്മൾക്കൂടെ ഇത് C1 എന്ന് കൊടുക്കാം, ഇതിനെ C ഡാഷ് എന്ന് കൊടുക്കാം. കുറച്ചും കൂടി ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ് C1ഉം C ഡാഷും. ഇതെത്രയാണ്? 120 വോൾട്ട് അല്ലേ. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടി ഒറ്റ ഇക്വലൻ്റ് ആയിരുന്നു അല്ലേ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ആയിട്ട് എടുക്കുക അല്ലേ. ഒരു ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് C. ആ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? 12 വോൾട്ട് ആണ്. അങ്ങനെ ഒരു സിംഗിൾ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ആണ് 120യുമായി കണക്ട് ചെയ്തതെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് അതിനെ കാണാം. ചാർജ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ ആ ഇക്വലൻ്റ് കപ്പാസിറ്റൻസിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എത്രയെന്ന് കാണാം. Q ഈക്വൽ ടു എത്രയാണ്? CV. ദാറ്റ്സ് ഈക്വൽ ടു ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് കിട്ടിയത് 12 മൈക്രോ ഫാരഡ് ആണ്. 12 ഇൻറ്റു 10⁻⁻6 കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി 120 വോൾട്ട് ആണ്. ദെൻ ഇതിന് ആൻസർ കിട്ടുന്നത് 1.44 ഇൻറ്റു 10⁻³ കൂളം എന്നായിരിക്കും അല്ലേ. 12 ഇൻറ്റു 120 ദെൻ 10⁻⁻6 ഒരു ബാക്കിലേക്ക് നമ്മൾ 3 സ്ഥാനം ബാക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 10⁻³ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസിൽ എത്രയാണ് ചാർജ് സ്റ്റോർ ചെയ്യാന്ന് കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഇത് രണ്ടിൻ്റെയും സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ വോൾട്ടേജ് രണ്ടിനും കിട്ടുന്ന വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. 120 എന്ന് പറയുന്ന വോൾട്ടേജിനെ ഇത് രണ്ടും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തെടുക്കും. പക്ഷേ ഓരോന്നിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് ഈക്വൽ ആയിരിക്കും. അത് എത്രയായിരിക്കും? ഇക്വലൻ്റ് കപ്പാസിറ്റൻസിൽ എത്രയാണോ ചാർജ് സ്റ്റോർ ചെയ്യുക അത് തന്നെയായിരിക്കും എന്ത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി പാർട്ടിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പോൾ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു Q ഈക്വൽ ടു നമുക്ക് എത്ര എഴുതുന്നു? 1.44 ഇൻറ്റു 10⁻³ കൂളം എന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിനെ ഈ Q ആണ് നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. ദെൻ ഇതിനെ ഞാൻ Q1 എന്നും ഇതിനെ Q ഡാഷ് എന്നും കൊടുത്തു. Q1ഉം Q ഡാഷ് ഒക്കെ എന്തിന് ഈക്വൽ തന്നെയാണ്? ഇത് തന്നെയാണ് അല്ലേ. ദാറ്റ് മീൻസ് Q1 ഈക്വൽ ടു Q ഡാഷ് ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ്? 1.44 ഇൻറ്റു 10⁻³ കൂളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് അല്ലേ കാണാൻ പറഞ്ഞത്? ഒന്നിലെ കിട്ടി. അതിന് കിട്ടി C1ൽ എത്രയാന്ന് കിട്ടിയില്ലേ. C1ൽ സ്റ്റോർ ചെയ്യുന്നത് Q1 ആണ്. Q1ൻ്റെ വാല്യൂ എത്രയാണ്? 1.44 ഇൻറ്റു 10⁻⁻6 ആണല്ലോ. അപ്പോൾ നമുക്ക് Q1 കിട്ടിയില്ലേ. Q1 കിട്ടിയെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് ആയ വോൾട്ടേജ് ആയ V1 കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് Q1 Q2 Q3 കാൽക്കുലേറ്റ് ചെയ്യണം. V1 V2 V3 മൂന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ടല്ലേ. അപ്പോൾ ഇനി V1 കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ V1 is equal to V is equal to നമുക്ക് എന്ത് പറയാം? Q by C അല്ലേ. C is equal to Q by V. അതനുസരിച്ച് V1 ഈക്വൽ ടു എന്താണ്? Q1 by C1.
Q1 നമുക്ക് കിട്ടി എത്രയാണ്? Q1ന്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ Qന് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് 1.44 into 10⁻³ ഡിവൈഡഡ് ബൈ C1ന്റെ വാല്യൂ എത്രയാണ്? C1ന്റെ വാല്യൂ 15 മൈക്രോഫാരഡ് ആണ്. 15 into 10⁻⁻6. ഇതിന്റെ ആൻസർ വരുന്നത് 96 വോൾട്ട് എന്നാണ്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ്, 96 വോൾട്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടി നോക്കൂ. C1ൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് കിട്ടി, അതിനെ ക്രോസ് ആയി വരുന്ന വോൾട്ടേജ് കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കാണണം? C2ലും C3ലും എത്ര ചാർജ് സ്റ്റോർ ചെയ്യും, അതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ്. നോക്കൂ, അതിനെ അക്രോസ് ആയി കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് കോമൺ അല്ലേ, കാരണം ഇത് രണ്ടും പാരലൽ ആണ്. C2ന് എത്ര വോൾട്ടേജ് ആണോ കിട്ടുക അത് തന്നെ C3ക്കും കിട്ടുക. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ 120 വോൾട്ട് ആണ്, അതിൽ കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി. എത്രയാണ്? 96. ബാക്കി നോക്കൂ, ഇവിടെ ഞാൻ ABC എന്നുള്ള 3 പോയിന്റ് എടുക്കാം. ABC, എക്കും സിക്കും ഇടയിൽ കൊടുത്ത വോൾട്ടേജ് ആണ് എത്ര? 120 വോൾട്ട്. അതിൽ V1 എന്ന് പറയുന്നത് ABയുടെ ഇടയിൽ ഡ്രോപ്പ് ആയല്ലോ, ബാക്കി വോൾട്ടേജ് ആയിരിക്കും ബിക്കും സിക്കും. ദാറ്റ് മീൻസ് ആ വോൾട്ടേജ് ആരുടെ വോൾട്ടേജ്? C2നും C3ക്കും കിട്ടുന്ന വോൾട്ടേജ്. ക്ലിയർ ആയല്ലോ? ആകെ കൊടുത്ത വോൾട്ടേജിൽ നിന്ന് V1 എന്ന് പറയുന്ന വോൾട്ടേജ് മൈനസ് ചെയ്താൽ നമുക്ക് ഈ കോമ്പിനേഷന് കിട്ടുന്ന വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എത്ര വരും നോക്കൂ. ഞാൻ ഇതിനെ V' എന്ന് കൊടുക്കാം. V' is equal to കിട്ടും. ടോട്ടൽ നമ്മൾ കൊടുത്ത വോൾട്ടേജിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം, V1 മൈനസ് ചെയ്യണം. ദാറ്റ് ഇസ് 120 മൈനസ് 96. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്ന ആൻസർ 24 വോൾട്ട് എന്നായിരിക്കും അല്ലേ. അപ്പോൾ 24 വോൾട്ട് ആണ് ഇവിടെ ആർക്ക് കിട്ടുക? ഈ കോമ്പിനേഷന് കിട്ടും. അപ്പോൾ വോൾട്ടേജസ് ക്ലിയർ ആയി. നമുക്ക് V1 ഈക്വൽ ടു എത്രയാണ്? 96. V2 ആൻഡ് V3 രണ്ടും, V2 ഈക്വൽ ടു V3 ഈക്വൽ ടു അല്ലേ, C2നും C3ക്കും കിട്ടുന്ന വോൾട്ടേജ് എത്ര തന്നെ ആയിരിക്കും? 24 വോൾട്ട്. അപ്പോൾ വോൾട്ടേജിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യാണ്ട്? C2നും C3നും കിട്ടുന്ന ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. നോക്കൂ, C2ന് കിട്ടുന്ന ചാർജ് നമ്മൾ Q2 എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് Q2 എന്ന് കൊടുത്തു. Q2 ഈക്വൽ ടു എന്താണ്? C2 into V' അല്ലേ. കാരണം ഈ കപ്പാസിറ്ററിന് കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ V' എന്നാണ് കൊടുത്തിരുന്നില്ലേ. V2 V3 ഒക്കെ V' ആണ്. ഓക്കെ, ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും? C2 എത്രയാണ്? C2യുടെ വാല്യൂ 25 മൈക്രോഫാരഡ് ആയിരുന്നു. 25 into 10⁻⁻6 into V2 ഈക്വൽ എത്രയാണ്? 24. ഇതിന് ആൻസർ വരുന്നത് 600 മൈക്രോ കൂളം എന്നാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് കിട്ടി. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? Q3 കാൽക്കുലേറ്റ് ചെയ്യാം. Q3 മീൻസ് C3യിൽ എത്ര ചാർജ് ആണ് സ്റ്റോർ ചെയ്യാം? Q3 ഈക്വൽ ടു എന്തായിരിക്കും? C3 into V3 ആണ്. V3 ആണ് നമ്മൾ എന്ത് കൊടുത്തിരുന്നു? V' കോമൺ വോൾട്ടേജ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൻസർ വരിക Q3 ഈക്വൽ ടു C3യുടെ വാല്യൂ 35 മൈക്രോഫാരഡ്. ദാറ്റ് ഇസ് 35 into 10⁻⁻6 into കോമൺ വോൾട്ടേജ് 24. ദാറ്റ് ഇസ് ഈക്വൽ ടു 840 മൈക്രോഫാരഡ് എന്നാണ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് മൊത്തത്തിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. എന്താ 7 ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യനും രണ്ടാമത്തെ പാർട്ടിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പാർട്ടിൽ കാണാൻ പറഞ്ഞത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ്. ഇക്വലന്റ് കപ്പാസിറ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ആ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജസും ഓരോന്നിനും കിട്ടുന്ന വോൾട്ടേജും ആണ് അല്ലേ. അത് നമ്മൾ C1ന് കിട്ടുന്ന വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്തു, 96 വോൾട്ട്. അത് ടോട്ടൽ വോൾട്ടേജിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന 24 ആയിരിക്കും ഈ രണ്ടു പേർക്കും കിട്ടുക. ദെൻ അപ്പോൾ നമുക്ക് V1 V2 V3 കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. ദെൻ Q1 Q2 Q3 കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. Q1ന്റെ ആൻസർ നമ്മൾ പറഞ്ഞു. Q1ന്റെ ആൻസർ 31.44 into 10⁻⁻6 കൂളം. അതുപോലെ Q2 600 മൈക്രോ കൂളം. ഇവിടെ എത്രയാണ്? 840 മൈക്രോ കൂളം. ഈ രീതിയിലാണ് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങൾ കവർ ചെയ്ത് വന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല വ്യത്യസ്തമായ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു എ പൊട്ടൻഷ്യൽ V1. The power supply is disconnected and the capacitor is connected in parallel to another uncharged capacitor. First question, derive an expression for the common potential of the combination of the capacitors. And the second one, show that
energy of combination is less than the sum of the energy stored in them before they are connected. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ഒരു കപ്പാസിറ്റർ വന്നിട്ടുണ്ട് അല്ലേ, ആ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട്, ഒരു സെൽ ഉപയോഗിച്ച് ചാർജ് ചെയ്തു എന്ന് വിചാരിക്കും. എത്ര വോൾട്ടേജ് ആണ്? V1 വോൾട്ടേജിലേക്ക് അത് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഒന്നാമത്തെ കപ്പാസിറ്ററിൽ അതിന് കിട്ടിയ വോൾട്ടേജ് എത്രയാണ്? V1 വോൾട്ടേജ് ആണ്. ദെൻ ആ കൊടുത്ത സോഴ്സ് അല്ലെങ്കിൽ ആ സെൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു അല്ലേ. The power supply is disconnected and the capacitor is connected in parallel to another uncharged capacitor. അങ്ങനെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന സെല്ല് ഡിസ്കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത ആ കപ്പാസിറ്റർ നമ്മൾ ചാർജ് ഇല്ലാത്തൊരു മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് പാരലായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ കോമൺ പൊട്ടൻഷ്യൽ ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ദ കപ്പാസിറ്റർ. അങ്ങനെ ആദ്യം V1 വോൾട്ടേജ് ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു അല്ലേ, അത് ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെ ഡിസ്കണക്ട് ചെയ്ത് മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അൺചാർജ്ഡ് ആയ ആ കപ്പാസിറ്ററിലേക്ക് ചാർജ്ഡ് ആയ കപ്പാസിറ്ററിൽ നിന്നും ചാർജ് ഫ്ലോ ചെയ്യും. അങ്ങനെ ആ രണ്ട് കപ്പാസിറ്ററുകൾക്കിടയിൽ പുതിയൊരു കോമൺ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജ് എത്രയാണെന്നാണ് കാണേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ആ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ്, രണ്ട് കപ്പാസിറ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എനർജി അവിടെ മാത്രമേ ഉള്ളൂ, ഒന്നാമത്തെ കപ്പാസിറ്ററിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ആ എനർജിയും രണ്ടും കൂടി കണക്ട് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ എനർജിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അതിൽ തന്നെ എവിടെയാണ് കൂടുതൽ എനർജി ഉള്ളത്, ആ സിംഗിൾ കപ്പാസിറ്ററായ സമയത്ത് കൂടുതൽ എനർജി ഉണ്ടെന്നും രണ്ടും കൂടി ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന രണ്ടിലുണ്ടാവുന്ന എനർജി ആഡ് ചെയ്താലും എത്ര ഉണ്ടാവില്ല? ആദ്യമുള്ള എനർജിയിൽ എത്ര ഉണ്ടാവില്ല. That means the energy of combination is less than the sum of the energy stored them before they are connected. ഓക്കെ, കാരണം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു ചാർജിങ് നടക്കുമ്പോൾ അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് ആയിട്ട് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു കപ്പാസിറ്റർ മാത്രം ചാർജ് ചെയ്തിരിക്കുമ്പോൾ അതിലുള്ള എനർജി ആയിരിക്കില്ല. രണ്ട് കപ്പാസിറ്ററുകൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവാം. അപ്പോൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. രണ്ട് കപ്പാസിറ്റർ വെച്ച് ബാറ്ററി വെച്ച് സ്റ്റോർ ചെയ്യുന്ന കേസ് അല്ല, അത് ഒരു കപ്പാസിറ്ററിൽ മാത്രമേ എനർജി ഉണ്ടായിരുന്നുള്ളൂ. അതൊരു അൺചാർജ്ഡ് കപ്പാസിറ്ററുമായിട്ട് ചാർജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ടിലുണ്ടാവുന്ന എനർജിയുടെ സം എന്ന് പറയുന്നത് ആദ്യത്തെ എനർജിയേക്കാൾ കുറവായിരിക്കുമെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് നോക്കൂ. ആദ്യം ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു അല്ലേ, ഒരു കപ്പാസിറ്റർ. ദെൻ അതൊരു സെല്ലുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ആ സെല്ല് ഇതിലേക്ക് കണക്ട് ചെയ്ത സെല്ല് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത അങ്ങനെ ആ സെല്ല് കണക്ട് ചെയ്തപ്പോൾ അതിന് കിട്ടിയ വോൾട്ടേജിന് നമ്മൾ V1 എന്ന് കൊടുത്തിരുന്നു അല്ലേ, V1 വോൾട്ടേജ്. ഓക്കെ, ദെൻ അങ്ങനെ V1 വോൾട്ടേജ് ഉള്ള ഈ കപ്പാസിറ്റർ ഇതുമായിട്ട് ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ ചെയ്തത് മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് അത് പാരലായിട്ട് കണക്ട് ചെയ്തു എന്നാലേ. അപ്പോൾ നോക്കൂ, ഇതിൽ ആൾറെഡി എന്തില്ല, ഇതിലൊരു ചാർജ് ഉണ്ടാവും. ഞാൻ Q എന്ന് കൊടുത്തു, ഇവിടെ ചാർജ് ഇല്ല, വോൾട്ടേജും ഇല്ല. ഇനി ഇവ തമ്മിൽ കണക്ട് ചെയ്താൽ, ഇവ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെ ഒരു കോമൺ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ലേ. ഈ രണ്ട് പോയിന്റുകൾ കാണിക്കുക, AB എന്നുള്ള ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു കോമൺ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇതിന്റെ കപ്പാസിറ്റി നമുക്ക് C1 എന്നും രണ്ടാമത്തേന് കപ്പാസിറ്റി നമുക്ക് C2 എന്നും എടുക്കാം. C1 കപ്പാസിറ്റി ബാറ്ററി ഉപയോഗിച്ച് ചാർജ് സ്റ്റോർ ചെയ്തപ്പോൾ അതിന് കിട്ടിയ വോൾട്ടേജിന് V1 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ V2 0 ആണ് അല്ലേ, കാരണം എന്താ, രണ്ടാമത്തെ കപ്പാസിറ്റർ അൺചാർജഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് വോൾട്ടേജ് ഇല്ല. പക്ഷെ അതിന് കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി നമുക്ക് എന്ന് പറയാം C2 എന്ന് പറയാം. ഇവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടിനും കൂടി എന്ത് ചെയ്യും? ഒരു കോമൺ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഇതിൽ നിന്നും ഡിസ്ചാർജിങ് നടന്ന് ഇവിടെ ചാർജ് ചെയ്യപ്പെട്ട് അല്ലേ, രണ്ടിനും ഒരേ വോൾട്ടേജ് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഡിസ്ചാർജിങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജ് ഒഴുകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൊട്ടൻഷ്യൽ കൂടിയതിൽ നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞതിലേക്ക് പൊട്ടൻഷ്യലുകൾ ഈക്വൽ ആവുന്നത് വരെയാണ് എന്ത് ചെയ്യുക? ചാർജ് ഫ്ലോ ചെയ്യുക. അല്ലാതെ ചാർജ് കൂടുതലുള്ള ബോഡിയിൽ നിന്നും ചാർജ് കുറഞ്ഞ ബോഡിയിലേക്കല്ല ചാർജ് ഫ്ലോ ചെയ്യുക. പിന്നെയോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ബോഡിയിൽ നിന്നും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കുറഞ്ഞ ബോഡിയിലേക്കാണ് എന്ത് ചെയ്യുക? ചാർജ് എപ്പോഴും ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതുവരെ ഫ്ലോ ചെയ്യും? രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവരെ. അപ്പോൾ നോക്കൂ, V1 എന്നുള്ള പൊട്ടൻഷ്യലുള്ള കപ്പാസിറ്ററിൽ നിന്നും ചാർജ് ഇതിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് വരും. അങ്ങനെ ഈ V1ഉം ഇതിന് കിട്ടുന്ന വോൾട്ടേജ് ഞാൻ V2 എന്ന് കൊടുത്തു.
ഏതോ ഒരു സമയത്ത് ഈ V1 കുറഞ്ഞ് V2 കൂടി വന്ന് രണ്ട് ഈക്വൽ ആവൂലേ, ആ സമയത്ത് എന്ത് ചെയ്യും, ഡിസ്ചാർജിങ് അവസാനിക്കും. നമുക്ക് കാണേണ്ടത് ആ കോമൺ വോൾട്ടേജ് അല്ലെ, ഇതിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ കോമൺ വോൾട്ടേജ് ആയ V എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോമൺ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. V = Q/C എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ടോട്ടൽ വോൾട്ടേജ് ഇക്വലന്റ് വോൾട്ടേജ് ഇക്വലന്റ് ചാർജ് ബൈ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. എന്താ ഇക്വലന്റ് ചാർജ്? രണ്ടിലും കൂടിയുള്ള ചാർജ് എത്രയാ? Q1 + Q2. ഇക്വലന്റ് കപ്പാസിറ്റൻസ് തമ്മിൽ പാരലൽ ആണല്ലേ, അപ്പോൾ എത്രയായിരിക്കും? C = എത്രയായിരിക്കും? C1 + C2. ദെൻ Q1 എന്താ? Q1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്ററിൽ എത്ര ചാർജ് ഉണ്ടായിരുന്നു? Q1 = എത്രയാണ്? C1 V1 അല്ലേ. Q2 = 2 × V2 by C1 + C2 എന്നായിരുന്നു. രണ്ടാമതും ചാർജ്ഡ് ആണെങ്കിൽ ചില പ്രോബ്ലംസ് അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡും കൂടി പഠിച്ചു വെക്കാം. അപ്പോൾ രണ്ടും ചാർജ്ഡ് ആയിരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? C1 V1 + C2 V2 by C1 + C2 അല്ലേ. രണ്ട് ചാർജ്ഡ് കപ്പാസിറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്തു? കണക്ട് ചെയ്താൽ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജിലേക്ക് വന്ന് ഷെയറിംഗ് നടന്ന് കോമൺ വോൾട്ടേജ് സെറ്റ് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഇക്വേഷൻ ആണത് V = C1 V1 + C2 V2 by C1 + C2. എന്തൊക്കെ അറിയണം? രണ്ടിൻ്റെയും കപ്പാസിറ്റൻസും രണ്ടിൻ്റെയും വോൾട്ടേജും അറിയാമെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന കോമൺ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് രണ്ടാമത് അൺചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എത്രയാ? V = C1 V1 by C1 + C2. കാരണം എന്ത് 0 ആണ്? V2 0 ആണ് അല്ലേ. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ഷെയറിംഗ് നടന്നാൽ, കോമൺ വോൾട്ടേജിലെത്തി ഷെയറിംഗ് നടന്നാൽ ഇതിലൊരു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ദെൻ W1, ഇതിലെത്ര എനർജി ഉണ്ടാവും? W2. ഈ രണ്ട് എനർജിയും കൂടി കൂട്ടിയാലും ഇതിൽ ആദ്യം ഒരു എനർജി ഉണ്ടായിരുന്നു, അതിന് ഞാൻ W എന്ന് കൊടുത്തു, അതിനേക്കാൾ കുറവായിരിക്കും. ഏതാ W എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമത്തെ കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്ന എനർജി W. ദെൻ ഷെയറിംഗ് നടന്നതിന് ശേഷം ഒന്നാമത്തതിൽ W1, രണ്ടാമത്തേൽ W2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? W ഈസ് ഗ്രേറ്റർ ദാൻ W1 + W2 എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി രണ്ട് എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഇനീഷ്യൽ എനർജി WI, ഇനീഷ്യൽ എനർജി = എത്രയാണ്? ദെൻ ഒന്നാമത്തേൽ ഉണ്ടായിരുന്നത് എത്രയാണ്? ½ C1 V1² അല്ലേ. ½ C1 V1². ദെൻ ഫൈനൽ എനർജിയോ? WF, ഫൈനൽ എനർജി = എനർജി ഇൻ ഫസ്റ്റ് കപ്പാസിറ്റർ പ്ലസ് സെക്കൻഡ് കപ്പാസിറ്റർ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എനർജി ഇക്വേഷൻ എഴുതാം. ½ CV², C എത്രയാണ്? ഇവിടെ പാരലൽ ആയതുകൊണ്ട് ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാ? C1 + C2. ദെൻ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, ഇൻറ്റു ദെൻ C1 V1 by C1 + C2 2. ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ കപ്പാസിറ്റർ മാത്രമായിരുന്ന സമയത്ത് ½ C1 V1², രണ്ടും കൂടി കണക്ട് ചെയ്ത് ഷെയറിംഗ് നടന്നപ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻറ്റു ഇക്വലന്റ് വോൾട്ടേജ് സ്ക്വയർ എന്നുള്ള ½ CV² എന്നെടുത്തു. നമുക്കിത് തമ്മിൽ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം തമ്മിൽ ഡിഫറൻസ് 0 അല്ല. അപ്പൊ തന്നെ അറിയാം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനീഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും വ്യത്യാസമുണ്ട്. ദെൻ WI - WF കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇനീഷ്യൽ എനർജിയാണ് കൂടുതൽ പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇനീഷ്യൽ എനർജി കൂടുതലാവും നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ചെയ്തു നോക്കാം. ഒരു പോസിറ്റീവ് ആൻസർ കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇനീഷ്യൽ എനർജി കൂടുതലാണെന്ന്. ദെൻ നെഗറ്റീവ് എനർജി കിട്ടിയാൽ എന്ത് മനസ്സിലാക്കാം? ഫൈനൽ എനർജിയാണ് കൂടുതലെന്ന്. ദെൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദർ ഇസ് നോ എനർജി ലോസ്. എന്തായാലും മൈനസ് ആൻസർ കിട്ടില്ല, കാരണം എനർജി can neither be created nor be destroyed നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉള്ള എനർജിയിലും കൂടുതൽ എനർജി അവിടെ വരില്ല, കാരണം നമ്മളൊരു സോഴ്സും കണക്ട് ചെയ്തിട്ടില്ല പിന്നീട്. അതുകൊണ്ട് ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ല. 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ലോസ് ഇല്ല എന്ന് പറയാം. 0 അല്ല, പോസിറ്റീവ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ക്ലിയർ ആണ്? അവിടെ എനർജി ലോസ് നടന്നിട്ടുണ്ട്, ഇനീഷ്യൽ എനർജിയേക്കാൾ കുറവാണ് ഫൈനൽ എനർജി എന്നുള്ളത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കൂട്ടത്തിൽ. ദെൻ എങ്ങനെ മൈനസ് ചെയ്യാം? ഇനീഷ്യൽ എനർജി ½ C1 V1² minus ½ C1 plus C2 into then this one C1 V1 by C1 plus C2 whole square. അല്ലേ, ഡിഫറൻസ് കണ്ടായിട്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് എന്താ കിട്ടുക നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനെ ½ C1 V1² കോമൺ ആയിട്ട് പുറത്തെടുത്തു അല്ലേ. ഈ ടേമിൽ ½ C1 V1² ഉണ്ടല്ലോ. ദെൻ 1
ഹാഫ് C1 V1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് നോക്കൂ ഇതിലൊരു ഹാഫ് C1 V1 സ്ക്വയർ എങ്ങനെയാ ഒരു ഹാഫ് ഇവിടെ ഉണ്ട് ഹാഫ് ഇവിടുന്ന് ഒരു C1 ഇതെത്ര ആക്ച്വലി ഇത് C1 സ്ക്വയർ V1 സ്ക്വയർ ആണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു ഹാഫ് C1 V1 സ്ക്വയർ എടുത്തു ബാക്കി ഒരു C1 അവിടെ ഉണ്ടാവും അല്ലേ അപ്പോൾ C1 ബൈ ദെൻ ഇവിടെ നോക്കൂ ഇവിടെ C1 പ്ലസ് C2 ഹോൾ സ്ക്വയർ ഉണ്ട് ഇവിടെ C1 പ്ലസ് C2 ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു C1 പ്ലസ് C2 ഈ C1 പ്ലസ് C2 നമ്മൾ എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോകും സ്ക്വയർ വരുമ്പോൾ ഓക്കെ ദെൻ താഴെ ബാക്കി എന്തുണ്ടാവും C1 പ്ലസ് C2 ഉണ്ടാവും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് രണ്ടിലും കോമൺ ടേം ആയ ഹാഫ് C1 V1 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു ദെൻ നമ്മൾ ഈ രീതിയിൽ എഴുതി ഇനി ഇതിനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് C1 V1 സ്ക്വയർ ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും C1 പ്ലസ് C2 minus C1 by C1 plus C2 then the final answer is half C1 V1 square into but C1 cancel ചെയ്യപ്പെടും ബാക്കി എന്താ C2 by C1 plus C2 then that is equal to നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാൻ നോക്കൂ this അല്ലേ ഹാഫ് ഇവിടെ C1 C2 ഉണ്ട് അല്ലേ C1 C2 by C1 plus C2 അല്ലേ C1 C2 by C1 plus C2 ഇൻറ്റു എന്ത് വരും ഇവിടെ V സ്ക്വയർ അപ്പോൾ ഫൈനൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് CV സ്ക്വയർ പോലെയുള്ള ഒരു ആൻസർ കിട്ടിയത് നമുക്ക് ഹാഫ് CV സ്ക്വയർ മീൻസ് ഹാഫ് C1 C2 by C1 plus C2 ഇൻറ്റു V സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടി അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തിന് ഡിഫറൻസ് ഇൻ എനർജി അപ്പോൾ ഡിഫറൻസ് 0 അല്ല മറിച്ച് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത് ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു ഇനീഷ്യൽ എനർജിയേക്കാൾ കുറവാണ് കണക്ഷൻ കൊടുത്തതിന് ശേഷമുള്ള എന്ത് ഫൈനൽ എനർജിയെ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ പേപ്പർ യൂസ്ഡ് ഇൻ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 2 microfarad if the dielectric constant of the paper is 2.5 and its width and thickness are 50 millimeter and 0.05 millimeter respectively ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിലെ 2 പ്ലേറ്റുകൾ ഉണ്ടാവും അല്ലേ 2 പാരലൽ പ്ലേറ്റുകൾ ഉണ്ടാവും ദെൻ ആ പ്ലേറ്റുകൾക്കിടയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റുകൾക്കിടയിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും പേപ്പറിൻ്റെ ഏരിയ ദെൻ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി C തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ് C is equal to 2.5 into 10 raised to minus 6 farad അല്ലേ തന്നിട്ടുണ്ട് ഇഫ് ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ ഉള്ളിൽ വെച്ച പേപ്പറിൻ്റെ ഇതിനുള്ളിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് ആ പേപ്പറിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട് എത്രയാണ് 2.5 ദെൻ അപ്പോൾ ആ പേപ്പറിൻ്റെ വിഡ്ത്തും തിക്നെസ്സും തന്നിട്ടുണ്ട് അല്ലേ വിഡ്ത്ത് എത്രയാണ് 50 millimeter അതുപോലെ തിക്നെസ് എത്രയാണ് 0.05 millimeter ഈ തിക്നെസ് എന്ന് പറയുന്നത് ആ 2 പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്റ്റൻസ് ആവില്ലേ 2 പ്ലേറ്റുകൾക്കിടയിലാണല്ലോ പേപ്പർ പീസ് വെച്ചിട്ടുള്ളത് അപ്പോൾ പേപ്പർ പീസിന്റെ തിക്നെസ് നമുക്ക് എന്തായിട്ട് എടുക്കാം ആ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം ദെൻ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി ആണ് ഇക്വേഷൻ എഴുതി നോക്കാം നമുക്ക് എന്താണ് C is equal to epsilon 0 K into A by D അല്ലേ ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം epsilon 0 K into A by D epsilonന്റെ വാല്യൂ നമുക്കറിയാം K തന്നിട്ടുണ്ട് D നമുക്ക് എന്തായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ പേപ്പർ പീസിന്റെ തിക്നെസ് ആയിട്ട് എടുക്കാം അപ്പോൾ D തന്നിട്ടുണ്ട് C തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ അറിയാത്തത് ഏരിയ ആണ് അല്ലേ അപ്പോൾ ഏരിയ ഈക്വൽ ടു എന്ത് എഴുതാം ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ ഏരിയ ഈക്വൽ ടു C into D by epsilon 0 into K ചെയ്യാലോ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി ഈ ഏരിയയിൽ എന്തുണ്ട് ആ പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും കൂടി ഏരിയയാണ് അതിനുള്ളിൽ വെച്ച കടലാസ് പീസിൻ്റെ കൂടി ഏരിയയാണ് ഓക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഈ ഏരിയക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതിയാൽ നമുക്ക് CD by epsilon 0 ഓക്കെ അപ്പോൾ നോക്കൂ ഇതിൽ എന്താ അറിയാം നമുക്ക് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ പേപ്പർ പീസ് നമുക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ലെങ്ത് ആണ് അല്ലേ ബ്രെഡ്ത്ത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ആക്ച്വലി വെക്കുന്ന കടലാസ് പീസിനും അതേ ലെങ്ത്തും ബ്രെഡ്ത്തും ആവുന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ദാറ്റ്സ് ഈക്വൽ ടു സിയുടെ ആൻസർ എത്രയാണ് C equal to 2.5 into 10 raised to minus 6
ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്ലേറ്റുകൾക്കിടയിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലാസ് പീസിന്റെ തിക്നെസ് ആണത് 0.05 millimeter means -3 meter divided by താഴെ എന്തൊക്കെ ഉണ്ട് എപ്സിലോൺ 0 into k. എപ്സിലോൺ 0 ന്റെ വാല്യൂ നമുക്കറിയാം 8.854 into 10⁻⁻12. then k equal to നമുക്ക് അതെന്താ എത്ര 2.5. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എത്രയാണ്? ദാറ്റ്സ് 4.5 meter square എന്നാണ്. ഓക്കെ, അപ്പോൾ ഏരിയയുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4.5 meter square. നമ്മൾ പറഞ്ഞു ഏരിയയുടെ ആൻസർ നമുക്ക് കിട്ടിയാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ഈ ആൻസർ എന്താ ഇവിടെ കിട്ടിയ ഈ ആൻസർ എത്രയാണ്? 4.5 meter square അല്ലേ കിട്ടിയത്? ഇനി ഈ 4.5 meter squareനെ ഈ ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കാണാം? ലെങ്ത് ഓഫ് ദ പേപ്പർ പീസ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇസ് L ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഏരിയ ബൈ ബ്രെഡ്ത്ത്. ഏരിയ കിട്ടിയത് 4.5 meter square. ഇപ്പോൾ പേപ്പർ പീസിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് തന്നുള്ള എത്ര നോക്കൂ? 50 millimeter അല്ലെ? ബ്രെഡ്ത്ത് ഉദ്ദേശിക്കുന്നത് ആ പേപ്പർ പീസിന്റെ വിഡ്ത്ത് ആണ് അല്ലെ? പേപ്പർ പീസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. ആ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണത് എന്നുള്ള. വിഡ്ത്ത് എത്രയാ? 50 millimeter ആണ്. അപ്പോൾ 50 into 10⁻⁻3. അങ്ങനെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പേപ്പർ പീസിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ് 90 meter. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആ പേപ്പർ പീസിന്റെ ലെങ്ത് എത്രയാണ്? 90 meter. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു കപ്പാസിറ്റർ ഒന്നും നമ്മൾ മേക്ക് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ പ്രോബ്ലത്തിൽ വെച്ചത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്, ലെങ്ത് ഓഫ് ദ പേപ്പർ പീസ് ഈക്വൽ ടു 90 meter. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ഈ അവസാന ഭാഗത്ത് നിന്നുള്ള വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും എനർജി, ചാർജ് സ്റ്റോർഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റൻസ് in connection of in series and parallel connection of capacitors. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 4 ക്ലാസ്സുകളിലായി നമ്മൾ ഈ ചാപ്റ്ററിലെ വ്യത്യസ്തങ്ങളായ പ്രോബ്ലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ പ്രോബ്ലം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഈ പ്രോബ്ലങ്ങൾ തന്നെ നിങ്ങൾ വായിച്ച് ഒന്നുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പുതിയ പ്രോബ്ലംസ് കൂടി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള എബിലിറ്റി കൂടി വരും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മിക്കവാറും എൻട്രൻസ് എക്സാമുകളൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി ഗൗരവത്തോടെ എടുത്ത് പഠിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.